ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 4 മണി പലഹാരമാണ് ഇന്നത്തെ റെസിപ്പി. പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടി 5 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം ഉപയോഗിച്ചും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും വറുത്ത അരിപ്പൊടിയും, 1/4 ഗ്ലാസ് അളവിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കണം. ചെറിയ പഴം, തേങ്ങ, അരിപ്പൊടി എന്നീ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാരയും ചേർക്കാനായിട്ട്. കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയും അല്പം വെള്ളവും ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. മാവിൽ അധികം വെള്ളം ചേർത്ത് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് തയ്യാറാക്കാനായിട്ട്. ഇനി ഈ ഒരു മാവ് എണ്ണയിലൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന അപ്പച്ചട്ടിയിലും ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇത് തയ്യാറാക്കുന്നത് ചീനച്ചട്ടിയിലാണ്. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതുപോലൊരു തവി ഉപയോഗിച്ച് മാവ് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പലഹാരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ പുറം ഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ഉൾഭാഗം വെന്ത് കിട്ടുകയും ഇല്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്പസമയം എടുത്ത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഉണ്ണിയപ്പ ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു പലഹാരം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് ചെറിയ പഴം ഉപയോഗിച്ചുള്ള ഈ ഒരു റെസിപ്പി. ചെറിയ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലൊരു 4 മണി പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ചെറിയ പഴവും തേങ്ങയും ആയതുകൊണ്ട് തന്നെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. വൈകുന്നേരം ചായയോടൊപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണിത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്തുകൊണ്ട് ഈ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. മൈസൂർ പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു പലഹാരത്തിന്. ചെറിയ പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു 4 മണി പലഹാരം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.